ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വെജിറ്റബിൾ പ്രിൻറ്റിങ് കോമ്പറ്റീഷൻ്റെ കുറച്ച് പിക്ചേഴ്സും അവ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നതിൻ്റെ വെജിറ്റബിൾ കട്ടിങ്സിൻ്റെ പിക്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങുമാണ്. ക്യാരറ്റ് തന്നിരിക്കുന്ന ചിത്രത്തിലേതുപോലെ ഡിസൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്. ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ ഓറഞ്ച്, പച്ച, നീല തുടങ്ങിയവയാണ്. അടുത്തത് ഒരു സൂര്യകാന്തി ഫ്ലവറിൻ്റെ മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് ക്യാരറ്റിനെ തന്നിരിക്കുന്ന ഷേപ്പിൽ മുറിച്ചിരിക്കുകയാണ്. ക്യാരറ്റിൽ നടുഭാഗത്തായിട്ട് യെല്ലോ കളറും ബാക്കി ഭാഗത്ത് ഓറഞ്ച് കളറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത്. അടുത്തത് നോക്കുകയെ വളരെ മനോഹരമായൊരു ചിത്രമാണ് അല്ലേ. ഒരു പൂവിൻ്റേതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ്, ബ്ലാക്ക്, ഓറഞ്ച് എന്നിവയാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങിലാണ്. ഉരുളക്കിഴങ്ങിനെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഈ ചിത്രം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നടുവിലുള്ള ഫ്ലവറാണ് ഈ തന്നിരിക്കുന്ന അച്ചുപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 4 പുറമുള്ള ഡിസൈന് ക്യാരറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് വളരെ ഭംഗിയുള്ളൊരു പിക്ചറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു താമരയുടെ ഷേപ്പിലാണ് ഉരുളക്കിഴങ്ങിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലൊരു റാണി പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ലീഫ് വരയ്ക്കാനായിട്ട് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ പച്ച ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ടും ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് 3 തരം ഡിസൈനുകളാണ് വരച്ചിട്ടുള്ളത്. അവ ഉപയോഗിച്ചാണ് ഈ കാണുന്ന വളരെ മനോഹരമായ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ ഓറഞ്ച്, മഞ്ഞ, നീല, റോസ് എന്നിവയാണ്. അടുത്ത ചിത്രം ഇതും വളരെയധികം മനോഹരമാണ് അല്ലേ. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടുന്നൊരു വർക്കാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഉരുളക്കിഴങ്ങ് ഡിസൈനിൽ ചതുരത്തിൽ വെട്ടിയെടുത്തിട്ടുള്ള ഡിസൈനാണ് ഏറ്റവും അടിയിലായിട്ട് ഒരു നീല കളറിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓറഞ്ച് അതും ഉരുളക്കിഴങ്ങിൽ ഡിസൈൻ ചെയ്തത് തന്നെയാണ്. ഈ ഇളം പച്ചയും മഞ്ഞയും ചേർന്ന കളറും ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. മൊത്തം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ്. നിറങ്ങൾ നീല, റോസ്, ഓറഞ്ച്, പച്ച. അടുത്ത ചിത്രം കുറച്ച് സിമ്പിൾ ലുക്കായിട്ടുള്ളൊരു ചിത്രമാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സ് ചുവപ്പ്, പച്ച, മഞ്ഞ, നീല എന്നിവയാണ്. ഇതിനായിട്ട് പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ റെഡ് കളറിലുള്ള ഡിസൈന് വരച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ്. ഇല ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ക്യാരറ്റ് ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ലുക്കാണ്. സൈഡുകളിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ചുവപ്പ് കളറിൽ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. നടുവിലായിട്ട് വെണ്ടയ്ക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക തുടങ്ങിയവയാണ് ഈ ചിത്രത്തിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചിത്രം നോക്കിക്കേ, വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അല്ലേ. ഇതിന് കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള, കാണാൻ സിമ്പിളാണെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് വർക്കുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അടിഭാഗത്തായിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള ഡിസൈനും ഉരുളക്കിഴങ്ങിനെ പകുതിയായി മുറിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതാണ്.
പിന്നെ ഇടയിലായിട്ട് കൊടുത്തിട്ടുള്ള പൂക്കൾ, അത് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുള്ള കളറ്, റോസ് കളർ ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലീഫായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും ക്യാരറ്റിനെ ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. നടുവിലായിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടുള്ള ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചിത്രം നീലയും ചുവപ്പ്, മഞ്ഞ ഈ കളേഴ്സ് കൊണ്ടാണ് വളരെ മനോഹരമാക്കിയിട്ടുള്ളത്. ഇതിൽ വെണ്ടയ്ക്കയാണ് സൈഡുകളിൽ കൊടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക ഉപയോഗിച്ചാണ് ഫുൾ കവർ ചെയ്തിട്ടുള്ളത്. സൈഡുകൾ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് 4 വലിയ പൂക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏത് ചിത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കാണുന്ന എല്ലാവരും കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ ഈസി സംസ്കൃത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത ചിത്രമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് അല്ലേ. ഇതിനായിട്ട് കറുപ്പ്, ചുവപ്പ് ഈ 2 കളേഴ്സ് ഒരു ഉരുളക്കിഴങ്ങ് ഷേപ്പാക്കി എടുത്തതിൽ 2 കളറും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ്. പൂക്കളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ലീഫായിട്ട് ക്യാരറ്റിനെ ഉപയോഗിച്ചിട്ടുള്ള കളേഴ്സ് ഓറഞ്ച്, മഞ്ഞ, കറുപ്പ്, നീല, പച്ച ഇവയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം കൂടുതലായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഉള്ളിലുള്ള പൂക്കളായിട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് വെണ്ടയ്ക്ക കളർ ചെയ്തിട്ടുള്ളതാണ്. സൈഡുകളിലായിട്ട് പൊട്ടറ്റോയും ഉപയോഗിച്ചിരിക്കുന്നു. വെണ്ടയ്ക്കയും പൊട്ടറ്റോയുമാണ് ഈ ചിത്രം ഇതുപോലെ ഭംഗിയായി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് തീർച്ചയായും എല്ലാവരും കമൻ്റ് ഇടണം. അടുത്തത് നോക്കിക്കേ, ഒരു ബ്ലാക്കിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് റെഡ്, അതുപോലെ യെല്ലോ, ഗ്രീൻ ഇവയാണ് ഈ ചിത്രത്തിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 4 സൈഡുകളിലും പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ബാക്കി ഡിസൈനുകളും പൊട്ടറ്റോ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ ചുവപ്പ്, പച്ച, മഞ്ഞ, ബ്ലാക്ക് ഇവയാണ്. വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ ഈ ചിത്രം കാണാനായിട്ട്. ഇത്തരത്തിലുള്ള മോഡൽസ് ഇതുപോലെ വെജിറ്റബിൾ പ്രിൻറ്റിങ് കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുന്നതാണ്. ഈ ഡിസൈൻ നോക്കിക്കേ, വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് അല്ലേ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പൊട്ടറ്റോയും യൂസ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നതും വളരെ മനോഹരമായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. ഇത് തുടക്കക്കാരായിട്ടുള്ള എല്ലാവർക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കും. ഇപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണല്ലേ. ഇതിൽ പൊട്ടറ്റോ ഉപയോഗിച്ചാണ് ഈ ഡിസൈന് കൊടുത്തിട്ടുള്ളത്. 4 സൈഡിലും കൊടുത്തിട്ടുള്ളതും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള ഡിസൈനുകളാണ്. പൂക്കളായിട്ട് ക്യാരറ്റിനെ ഡിസൈൻ ചെയ്തത് കൊണ്ടാണ് പൂക്കൾ നിർമ്മിച്ചിട്ടുള്ളത്. ലീഫായി കൊടുത്തിട്ടുള്ളതും ക്യാരറ്റ് കൊണ്ട് തന്നെയാണ്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൊണ്ടാണ് ഈ തന്നിരിക്കുന്ന ഈ ചിത്രം ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഡിസൈനുകളാണ് ഈ സൈഡ് ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത്. പൊട്ടറ്റോ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഈ സ്ക്രീനിൽ കാണുന്ന പൊട്ടറ്റോകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ചിത്രത്തിന് വേണ്ട എല്ലാ ഡിസൈനുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് ഒരു മയിലിൻ്റെ ആകൃതിയിലുള്ള ഡിസൈനാണ്. പൊട്ടറ്റോ ഉപയോഗിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ സൈഡിൽ അതിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. പൊട്ടറ്റോയിൽ മയിലിൻ്റേതുപോലെ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് ഒരു നീല കളറ്, മഞ്ഞ, റോസ് എന്നീ കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും മനോഹരമായ പീകോക്കിൻ്റെ ചിത്രം നമ്മൾ പ്രിൻറ്റിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഈ തന്നിരിക്കുന്ന അച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ ചിത്രം നോക്കിക്കേ, എന്തൊരു സിമ്പിളായിട്ടുള്ള ചിത്രമാണ്. ഇതിനായിട്ട് 2 അച്ചുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെയാണ് ഈ 2 അച്ചുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളതും. ഓറഞ്ച്, മഞ്ഞ എന്നീ കളേഴ്സ് മാത്രമാണ് ഈ ഒരു ഡിസൈന്
ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിലെ അവസാനത്തെ ചിത്രമാണിത്. ഈ ചിത്രം നിർമ്മിക്കുന്നതിനായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബ്ലാക്ക് ഡിസൈനുള്ളതാണ് ക്യാരറ്റ് ഇത്തരത്തിൽ വെട്ടിയെടുത്ത് അച്ചായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ബ്ലാക്കും റെഡും കളറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വളരെ അത്രയും അതിമനോഹരമായ ഒരു ചിത്രം തന്നെയാണ് നമ്മൾ ഈ 2 അച്ചുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇതേ തരം സെയിം ചിത്രങ്ങൾ നിങ്ങൾക്ക് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും ഫസ്റ്റ് പ്രൈസ് നേടിത്തരുന്ന തരത്തിലുള്ള ധാരാളം പിക്ചേഴ്സ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.